ശബരിമല ദ്വാരപാലക പീഠം വിവാദത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം നടത്താൻ വിരമിച്ച ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തി. പീഠം കാണാതായെന്ന പരാതിയിൽ ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷണം തുടരണം. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിലടക്കം കോടതി സംശയം പ്രകടിപ്പിച്ചു. ദ്വാരപാലക പീഠം കാണാതായതിൽ പരാതിക്കാരനായ സ്പോൺസർ നിലവിൽ പ്രതിക്കൂട്ടിലാണ്. ദേവൻ എം പി ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം. ദേവൻ, ഈ സംഭവത്തിൽ ഹൈക്കോടതി ഒരു ഇരട്ട അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിലടക്കം കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അന്വേഷണം ഏത് തരത്തിലായിരിക്കും ഇനി? മലയാളത്തിലെ CBI സിനിമകളിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക വീട് വിവാദം ആളിക്കത്തുന്നത്. ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെത്തിയ വിവരം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചു. ഇതോടെയാണ് ഇപ്പോൾ ഇരട്ട അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും ചുമതലപ്പെടുത്തി. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും വിവരശേഖരണം നടത്താനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ശബരിമലയിലെ രജിസ്റ്ററുകളിൽ ശബരിമലയിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ പൂർണ്ണമല്ലെന്നും ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇതോടെ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വിവാദം കൂടി ആളിക്കത്തുകയാണ്. അതായത്, ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെപ്പറ്റി പറയുന്ന കഥ മറ്റൊന്ന് തന്നെയാണ്. അതായത്, കോട്ടയത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ ദ്വാരപാലക പീഠം ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യം തന്നോട് കോട്ടയത്തെ സുഹൃത്തായ വാസുദേവൻ പറഞ്ഞിരുന്നില്ല എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ കോവിഡ് സമയത്ത് സമർപ്പിച്ച ഈ ദ്വാരപാലക പീഠത്തിൻ്റെ വിവരം അന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് ഇക്കാലയളവിൽ ഒന്നും തന്നെ ഇതിനെപ്പറ്റി മിണ്ടിയിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കള്ളൻ എന്ന് പഴികേൽപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പഴികേൽപ്പിച്ചതിന് പിന്നിൽ ആര് ഉത്തരവാദിത്തം പറയും, അല്ലെങ്കിൽ അതിൻ്റെ സമാധാനം ആര് പറയുമെന്നുള്ള ചോദ്യമാണ് ദേവസ്വം ബോർഡും ഇപ്പോൾ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ചൂണ്ടിക്കാട്ടേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുൻപാണ് സഹോദരിയുടെ വീട്ടിലെത്തി ഈ പീഠം കൈമാറിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയായിട്ടുള്ള മിനി ദേവി ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തുമ്പോൾ ഇത് ശബരിമലയിലെ പീഠമല്ല എന്നും ഇത് മറ്റൊരു വസ്തുവാണെന്നും ഒരു ഷീൽഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മിനി ദേവിയെ ഏൽപ്പിച്ചതെന്നും പറയുമ്പോൾ അതിന് പിന്നിലും ഒരു സംശയത്തിൻ്റെ നിഴൽ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ചരിത്രം കൂടി ഇതിനകത്ത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി 16-ാമത്തെ വയസ്സിലാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതും അവിടെ ഒരു പൂജാരിയായി ജോലി ചെയ്യുന്നത്. പിന്നീട് ബാംഗ്ലൂരിൽ പല ക്ഷേത്രങ്ങളിൽ പൂജാരിയായി തുടരുകയും ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണ്ണപീഠവും പള്ളിയുമെല്ലാം തന്നെ സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ശബരിമലയിലെ സ്വർണ്ണപീഠത്തിന്റെ മറവിൽ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് പൂജ നടത്തിയിരുന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണം ഇപ്പോൾ ബൂമറാങ്ങായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്.